ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു 5 പ്രൊഫഷണൽ കളർ സെർച്ചിങ് വെബ്സൈറ്റുകളെ കുറിച്ചാണ്. ഈ 5 വെബ്സൈറ്റുകളും വളരെ പോപ്പുലർ ആൻഡ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടൂളുകളാണ്. നമുക്ക് ആവശ്യമുള്ള കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ആവശ്യാനുസരണമുള്ള കളേഴ്സുകളെ നമുക്ക് റെഫർ ചെയ്ത് തരുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി റിസർച്ച് ചെയ്ത് തരാൻ കഴിവുള്ള ഒരു മനോഹരമായിട്ടുള്ള കുറച്ച് വെബ്സൈറ്റുകളാണ്. ഈ വെബ്സൈറ്റ് കളക്ഷനുകൾ എല്ലാ ഡിസൈനേഴ്സിനും വളരെ ഹെൽപ്പ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് അപ്പോൾ ആദ്യത്തെ വെബ്സൈറ്റ് നോക്കാം. picular.co എന്ന് പറയുന്ന വെബ്സൈറ്റ് വളരെ സൂപ്പറായിട്ടുള്ള, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരു എന്തുമായിട്ട് മാച്ച് ചെയ്യണം, അതൊരു എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ഈവനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഈവനിങ് ടൈമിൻ്റെ ഒരു സൺറൈസ് ടൈമിൽ, അല്ലെങ്കിൽ ഒരു ഓഷ്യൻ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാലാവസ്ഥ, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസൈനാണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ സിറ്റുവേഷൻ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇമേജുകൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽറ്റർ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് മനോഹരമായ കളറുകൾ പറഞ്ഞു തരും. അങ്ങനെ വളരെ പ്രത്യേകതയുള്ളൊരു വെബ്സൈറ്റാണിത്. അതിനായി ഞാനിവിടെ ഈ സെർച്ച് പാനലിൽ വന്നിട്ട് എനിക്ക് ആവശ്യമുള്ളത് എന്താണോ, എന്ത് കാര്യത്തെക്കുറിച്ചാണോ എനിക്കൊരു പാലറ്റ് ഉണ്ടാക്കേണ്ടത്, കളർ പാലറ്റ് ഉണ്ടാക്കേണ്ടത്, അത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ സൺറൈസ് എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം സൺറൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതേ ടോണിലുള്ള കുറേ കളേഴ്സുകൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ മുമ്പിൽ തരുന്നു. ഓക്കെ, നമ്മൾ സൺറൈസ് എന്ന് സെർച്ച് ചെയ്തു, സൺറൈസ് ആയിട്ട് റിലേറ്റഡ് ആയി വരാവുന്ന കളറുകൾ, ആ കളറുകളുടെ ഹെക്സ് കോഡ് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. അതിനോടൊപ്പം ഈ കളർ കോഡ് എവിടെ നിന്നുണ്ടായി എന്നറിയണമെങ്കിൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു ഇമേജിൻ്റെ ഒരു ഐക്കൺ കാണാം. ആ ഐക്കണിലോട്ട് മൗസ് വന്നു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ബ്ലർഡായിട്ട് ആ ഇമേജ് കാണിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗൂഗിൾ ചെയ്ത് അതൊരു ഫോട്ടോ, സൺറൈസുമായി ബന്ധപ്പെട്ടൊരു ഫോട്ടോ ഫൈൻഡ് ചെയ്ത് അതിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള ഒരു കളറിനെ പിക്ക് ചെയ്ത് നമുക്ക് മുമ്പിൽ തരുന്നു. അതാണ് ഈ വെബ്സൈറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്. ഇതിലേക്ക് കൂടാതെ ഓരോ കളർ പാലറ്റുകൾ നമുക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ള കളേഴ്സുകൾ നമുക്ക് ചൂസ് ചെയ്യാം. അതിൻ്റെ സഹായത്തോടു കൂടി നമുക്കൊരു പാലറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളറുകളെ ഇവിടെ വന്ന് ഈ കാണുന്ന പിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടോപ്പിലായിട്ട് ആ കളർ വരും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട മറ്റൊരു കളർ എനിക്ക് എടുക്കണമെങ്കിൽ ഞാൻ വന്ന് ഇവിടെ നിന്ന് പിൻ ചെയ്യുന്നു, ആ കളർ ഇവിടെ പിൻ ചെയ്യുന്നു. അങ്ങനെ ഈ സൺറൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാവുന്ന കളറുകൾ, സൺറൈസിനുള്ള ഫോട്ടോസുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ ഫൈൻഡ് ചെയ്യുന്നു. അതിൽ നിന്നൊരു കളർ പിക്ക് ചെയ്ത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള ഏതെങ്കിലും ഒരു ടോണിലോട്ട് പോകാതെ, മറ്റൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫീലിങ്ങിലേക്ക് പോകാതെ അതേ ഫീലിങ്ങിൽ തന്നെ കിട്ടുന്ന കളേഴ്സുകളെ തന്നെ നമുക്ക് മാനുവലായിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു വെബ്സൈറ്റ് തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് ഈ വെബ്സൈറ്റ് വളരെ സൂപ്പർബായിട്ടുള്ള വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ഇഷ്ടപ്പെട്ട കളറുകളെ പിൻ ചെയ്തുകൊണ്ട് അതൊരു പാലറ്റായിട്ട് എടുക്കാം. ആ പാലറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ കളർ കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റുകൾക്കോ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾക്കോ എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബെറ്റർ ഒരു കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്ത് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ സൺറൈസ് എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ അടിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അടിക്കാം. ഇവിടെ വാട്ടർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാട്ടറുമായി ബന്ധപ്പെട്ട കളേഴ്സുകൾ ഫിൽറ്ററായി. അതല്ല, ഞാനിവിടെ ഒരു എന്താ പറയുക, ഗോൾഡ് എന്നാണ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോൾഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കളർ പാലറ്റുകൾ കണ്ടോ. അങ്ങനെ നമുക്ക് എന്ത് ഫീലിലാണോ ഒരു ഡിസൈൻ ചെയ്യേണ്ടത് അവയുടെ അവിടെ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ആ കളർ അവിടെ ഫിൽറ്റർ ചെയ്ത് തരും. ഓക്കെ, വളരെ സൂപ്പറായിട്ടുള്ള ടൂളാണ്. ഇപ്പോൾ തന്നെ ബുക്ക് മാർക്ക് ചെയ്തോളുക. ഓക്കെ, അടുത്തൊരു ടൂൾ പരിചയപ്പെടാം. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു വെബ് പോർട്ടലാണ്. ഇവിടെ കുറേ കളറുകളുടെ ഡാർക്കും ലൈറ്റും ഷെയ്ഡുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ കളർ നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഇതിൻ്റെ ഹെക്സ് കോഡ് ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. അതല്ല RGB വെച്ചിട്ട് നമുക്ക് കളർ കോഡ് ചേഞ്ച് ചെയ്യാൻ അറിയാമെങ്കിൽ RGB വെച്ചിട്ട് കളർ കോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഏത് കളറാണോ നമ്മൾ ചൂസ് ചെയ്തത് അത് ഈ കാണുന്ന വലിയ പോർഷനിലായിട്ട് ആ കളറ് കാണാൻ പറ്റും. ഇനി ആ കളറിൻ്റെ ലെഫ്റ്റ് പോർഷൻ ഡാർക്ക് കളേഴ്സിൻ്റെയും റൈറ്റ് സൈഡ് ലൈറ്റ് കളേഴ്സിൻ്റെയും ഒരു കൗണ്ടിങ് ആയിട്ട് കൂട്ടും. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് 1 2 3 4 സെക്ഷനേ ഉള്ളൂ. അതെനിക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഈ 4 എന്നുള്ളത് ഇപ്പോൾ ഒരു 8 ആക്കുന്നു ഇഷ്ടമുള്ളതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അത്രത്തോളം ടോണുകൾ ലെഫ്റ്റിൽ കിട്ടും. ഇനി റൈറ്റ് പോർഷനിൽ ഇപ്പോൾ 6 കിടക്കുന്നത് ഞാനൊരു 8 ആയി കഴിഞ്ഞാൽ അതിൻ്റെ 8 ടോണുകൾ ലൈറ്റിലോട്ടും കിട്ടും. അങ്ങനെ ഈ കിടക്കുന്ന നമ്മുടെ ബേസ് കളറിൻ്റെ ലെഫ്റ്റ് ഡാർക്ക് ടോണും റൈറ്റ് ലൈറ്റ് ടോണും ഇവിടെ നിന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നമുക്കിഷ്ടമുള്ള കളർ ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കണം എന്ന് മാത്രം. ഇതിൽ നിന്ന് ചൂസ് ചെയ്ത കളറുകൾ ഒരു വെബ്സൈറ്റിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടായിട്ട് അപ്ലൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയണമെങ്കിൽ ഇവിടെ വരിക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓരോ കളറുകളും നിങ്ങളുടെ വെബ് പോർട്ടലിൽ തന്നെ എങ്ങനെ അപ്ലൈ ആവുന്നു എന്നുള്ളത് ലൈവായിട്ട് നമുക്ക് ഇവിടുന്ന്
ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു കളർ നമ്മൾ അറിയാതെ ചൂസ് ചെയ്താലും അതെങ്ങനെയായിരിക്കും വെബ്സൈറ്റിലോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു BG ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നതെന്നുള്ളത് നമ്മൾ പെട്ടെന്ന് കാണണമെങ്കിൽ അത് കോപ്പി ചെയ്ത് ഫോട്ടോഷോപ്പിലോ ഇല്ലുസ്ട്രേറ്ററിലോ ഒക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരത്തില്ലേ. മറിച്ച് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യുന്ന കളർ ഇവിടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ അവർ തരുന്നുണ്ട്. വളരെ മനോഹരമായ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കളർ സെർച്ചിങ് കളർ പാലറ്റ് മേക്കിംഗ് വെബ് പോർട്ടലാണിത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു പോർട്ടൽ പരിചയപ്പെടാം. ഇത് നമ്മുടെ മ്യൂസ്ലി കളേഴ്സ് എന്ന് പറയുന്നൊരു വെബ് പോർട്ടലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ടുള്ള കളർ പാലറ്റുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കാണാം. എല്ലാം വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പാലറ്റുകളാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇമേജ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ള ഏതെങ്കിലും നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡിസൈനുമായി ബന്ധപ്പെട്ട ഇമേജ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്കൊരു പാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ നെയിം അറിയാമെങ്കിൽ ഇവിടെ കളർ നെയിം സെർച്ച് ചെയ്ത് കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട പാലറ്റ് കാണിക്കും. എനിവേസ് മ്യൂസ്ലി കളേഴ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണലി വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു കളർ പാലറ്റിംഗ് മേക്കിംഗ് ഒരു വെബ് പോർട്ടലാണ്. ഇത് എല്ലാ ഡിസൈനേഴ്സിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് ഇതിനകത്ത് കളർ പാലറ്റ് അവർ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ മനോഹരമായ മറ്റൊരു വെബ് പോർട്ടലിൽ പരിചയപ്പെടാം. ഇതും വളരെ പ്രൊഫഷണലായ ഒരു വെബ്സൈറ്റാണ്. കളർ ഇൻസ്പയർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ കളർ പാലറ്റുകളുടെ അതും കൂടുതലും ഒരു 3 കളർ പാലറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ അതിൻ്റെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. സൺസെറ്റ് ഡൗൺ, ലോലിപോപ്പ്, സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും റിലവൻ്റ് ആയിട്ടുള്ള പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള നെയിമുകളായിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കളർ പാലറ്റുകൾ ഇവിടുന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കളർ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഉണ്ടെങ്കിൽ ക്ലിക്ക് ടു കോപ്പി എന്ന് പറയുന്നതിൽ ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളറിൻ്റെ ഹെക്സ് കോഡ് കോപ്പി ആയി കഴിയും. നിങ്ങളുടെ ഡിസൈൻ സോഫ്റ്റ്വെയറിൽ പോയി പേസ്റ്റ് ചെയ്യുക മാത്രമേ ആവശ്യമുള്ളൂ. അങ്ങനെ വളരെ നല്ല ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല കുറേ കളർ പാലറ്റുകളുടെ ഒരു കളക്ഷനും അതിൽ നിന്ന് പെട്ടെന്ന് കളർ പിക്ക് ചെയ്യാൻ കളർ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇത് വളരെ മനോഹരമായ വെബ്സൈറ്റാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തോളൂ. ഓക്കെ, ഇനി വളരെ വ്യത്യസ്തമായ വളരെ മനോഹരമായ ഒരു പോർട്ടലും കൂടെ പരിചയപ്പെടാം. ഇവിടെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ വാൻഗോ എന്ന് പറയുന്നതും ഈ വളരെ ഫേമസ് ആയിട്ട് വളരെ റീസെൻ്റ് ആയിട്ട് വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കളർ പാലറ്റിംഗ് വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് കളർ പാലറ്റ് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഗോൾഡ് എന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേജിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. അവിടെ കളർ പാലറ്റുകളുടെ എണ്ണമൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ എത്ര കളേഴ്സ് വെച്ച് ഫിൽറ്റർ ചെയ്യണം, 3 വേണോ, 4 വേണോ, 5 വേണോ, 6 വേണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഓരോന്നിലും എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ളത് നമുക്ക് ആദ്യമേ തന്നെ അവർ ഇതുപോലെ ആദ്യം ഒരു ഇൻട്രോ കാണിച്ച് നമുക്ക് മനസ്സിലാക്കി തരും ഓരോ സെക്ഷനുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ 4 കളറാണ് കിടക്കുന്നത്. ആ 4 കളറുമായി ബന്ധപ്പെട്ടുള്ള ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു വേവ് ലെങ്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഡോട്ട്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ. ഇത് സൂം ചെയ്ത് നിങ്ങൾക്ക് ആ കളറിൻ്റെ ബ്ലെൻഡിങ്ങും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഓരോ കളറിൽ നിന്നും അടുത്ത കളറിലേക്കുള്ള ബ്ലെൻഡിങ് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റൈല്. അതിനോടൊപ്പം തന്നെ മൾട്ടി ആയിട്ടുള്ള പാലറ്റുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് റൈറ്റ് സൈഡിലായിട്ട് 1 2 3 എന്നും പറഞ്ഞിട്ട് ഇവിടെ പേജിനേഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പാലറ്റുകൾ ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ എത്ര കളേഴ്സുകളുടെ വേണമെങ്കിലും ഇവിടെ ഞാൻ 5 ആക്കി കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലെ ഏരിയ ഓട്ടോമാറ്റിക്കായിട്ട് 5 കളറുള്ള പാലറ്റുകളായിട്ട് ഫിൽറ്റർ ചെയ്യും. അതുപോലെ 6 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 ആയി മാറും. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കളറുകളുടെ നീണ്ട ഒരു ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7 കളർ വരെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കളറുകളുള്ള ഒരു പാലറ്റ് ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അത് നമ്മുടെ ഡിസൈൻ പർപ്പസ് അനുസരിച്ചിട്ട് കൊടുക്കാം. ആ വരുന്ന പാലറ്റുകൾ നമുക്ക് ഡിസൈൻസുകൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെയും അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇമേജ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്നും ഒരു കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഇതും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു കളർ കോഡ് ഒരു കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഹെക്സ് കോഡുകൾ, RST കോഡുകൾ, HSL കോഡുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് വളരെ മനോഹരമായ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തോളുക. നിങ്ങൾക്കുള്ള നെക്സ്റ്റ് പ്രോജക്റ്റുകൾ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്കും, അത് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയാലും UI ഡിസൈനേഴ്സ് ആയാലും എല്ലാം തന്നെ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.